ഇന്ന് ഉപ്പേരിക്ക് വാഴക്കുടപ്പനാട്ടാ. ഇത് ഞങ്ങളിവിടെ വാഴക്കുടപ്പെന്ന് പറയാം. പലരും പല പേരുകളാണ് വിളിക്കുന്നത്. അപ്പോൾ അത് വേഗം തന്നെ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ട് ഇത് അരിയാൻ നിന്നുട്ടാ. അപ്പോൾ ഇതിൽ ഞാനിവിടെ മുതിര ഇട്ടിട്ടാണ് വയ്ക്കുക. അപ്പോൾ ചിലർ പയർ, പിന്നെ ചെറുപയർ, പരിപ്പൊക്കെ ഇട്ടിട്ട് വയ്ക്കും. അപ്പം ഞാനിവിടെ മുതിര ഇട്ട് വയ്ക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ പപ്പടത്തിൻ്റെ കോലുണ്ടല്ലോ അതിൻ്റെ തെറ്റം കൊണ്ട് നല്ലോണം ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ അതിലത്തെ ഞാരൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ 2, 3, 4 പ്രാവശ്യം കറക്കിയാലാണ് അതിലത്തെ ഞാര് കംപ്ലീറ്റ് പോരണ്ട, കുറച്ചൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ കിട്ടുന്നത് കണ്ടേ. 3-ാമത്തെ പ്രാവശ്യം കറക്കിയാലും അത്രയ്ക്കും കിട്ടിയിട്ടാണ്. പിന്നെ നല്ലോണം ഇങ്ങനെ കഴുകി വാല വെച്ചു. അത് കഴിഞ്ഞ് ഉള്ളി, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് നല്ലോണം ചതച്ച് വഴറ്റിയിട്ടാണ്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും വറ്റൽമുളകാണ് ഞാനിവിടെ ചതച്ച വറ്റൽമുളക് ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് റെഡിയാക്കി എടുത്ത് മൂപ്പായപ്പോൾ ഈ കുടപ്പൻ്റെ അരിഞ്ഞത് ഇട്ടു കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം അത് വേവിക്കാൻ വെച്ചിട്ട് പിന്നെ വെന്ത് കുറച്ച് പകുതി വേവായപ്പോഴാണ് മുതിര ഇട്ടത് കേട്ടോ. മുതിരയൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി കുറച്ച് നേരം ഒന്നും കൂടി ഒന്ന് വേവിച്ച് കഴിഞ്ഞിട്ടാണ് നാളികേരം ഇടുന്നത്. അതും കൂടി ഇട്ടാൽ പിന്നെ ഉപ്പേരി സെറ്റായിട്ടാണ്. അപ്പോഴത്തേക്ക് ചോറ് ഇന്നലെ വെച്ച സാമ്പാറുണ്ട്. അപ്പോൾ സാമ്പാർ വയ്ക്കുമ്പോൾ തലേദിവസം വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ പിറ്റേ ദിവസത്തെ പണിയും കുറച്ച് കുറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഉപ്പേരിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നു. അങ്ങനെ പപ്പടവും കാച്ചിട്ടാണ് അതൊക്കെ കൊടുത്ത് പിള്ളേരെ പറഞ്ഞുവിടെ. കുഞ്ഞനെ ഇറങ്ങിയപ്പോഴാണ് ഈ പൂച്ച വന്ന് 2-3 ദിവസമായിട്ട് ആ വീടിന് ചുറ്റും ഇങ്ങനെ നടക്കണത്. അപ്പോൾ ചോറൊന്നും ഇട്ട് കൊടുത്തിട്ട് അവർ കഴിക്കില്ല. അവർ ഓടാണ് കേട്ടോ. ഞങ്ങളെ കണ്ടത് ഓടിപ്പോയി. അങ്ങനെ കുഞ്ഞനെ പറഞ്ഞു വിട്ടു കേട്ടോ. കുഞ്ഞന് ചോറ് കൊടുത്തപ്പോൾ തന്നെ ഞാൻ തുമ്പിക്കൊക്കെ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചോറുണ്ണാനായിട്ടിരുന്നു കേട്ടോ. സാമ്പാറും അതൊക്കെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ തുമ്പി വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോറിനാനിട്ടിരിക്കുമ്പോൾ അവൾക്ക് പപ്പടം വേണം. ചോറ് പിന്നെ കഴിക്കില്ല കേട്ടോ, ഒരു വട്ട ചോറ് കഴിക്കുള്ളൂ. അപ്പോൾ പപ്പടത്തിൽ കറി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ വെച്ചിട്ട് വേറെ പപ്പടങ്ങളൊക്കെ എടുത്ത് തിന്ന് അവളെയും ഒരിക്കൊക്കെ വിട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അടുത്ത പണികളൊക്കെ നോക്കിയത്. അടുത്ത പണി എന്ന് പറഞ്ഞാൽ പിന്നത്തെ മെയിൻ പണി അലക്കണം. അപ്പോൾ വെയിൽ കണ്ടപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല. എന്നാലും മഴയൊക്കെ തൂളുണ്ടായിരുന്നു ചെറുതായിട്ടിട്ടാ. അപ്പോൾ നല്ല വെയിലാകുമ്പോഴേക്കും വേഗം അലക്കി, വെയിൽ കണ്ടാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എനിക്ക്. അലക്കി വേഗം തന്നെ ഇടണം. അപ്പോൾ വേഗം തന്നെ അലക്കി ഉരി പിഴിഞ്ഞിട്ട് മുകളിലാണ് കേട്ടോ കൊണ്ടിടാം. ഞാൻ താഴെ ഇടില്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് വെയിലും ഇടയ്ക്ക് മഴയും പെയ്യുക. അപ്പോൾ അത് കാരണം വേഗം തന്നെ മുകളിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ കിടന്നോളൂല്ലോ. അപ്പോൾ ആ ഒരു സമാധാനത്തിൽ നമുക്കിരിക്കാമല്ലോ എന്ന് വെച്ചിട്ട് മുകളിൽ തന്നെ കൊണ്ടിടാം. അപ്പോൾ മുകളിൽ നനഞ്ഞത് കൊണ്ടിടുമ്പോൾ ഉണങ്ങിയത് എടുത്തിട്ട് പോരും. അങ്ങനെ തുണികളൊക്കെ കൊണ്ടിട്ടിട്ട് കുറച്ച് നേരം പുറത്തേക്കൊക്കെ വന്ന് നോക്കിയപ്പോൾ നല്ല വെയിൽ കാണണ്ടിട്ടാ. മഴ പെയ്യില്ലാന്ന് തോന്നണു എന്നൊക്കെ വിചാരിച്ച് അവിടെ അങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നുട്ടാ. അപ്പോൾ ഓക്കെ, ബായ്.